കണ്ടെയ്നർ ടെർമിനലിലേക്ക് നിർമ്മിച്ച റെയിൽവേ പാതയിലെ പരീക്ഷണ ഓട്ടം പൂർണ്ണ വിജയം. ഇടപ്പള്ളിയിൽ തുടങ്ങി വല്ലാർപാടം വരെ 8.5 കിലോമീറ്റർ നീളമുള്ള പാതയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിൽ ആണ് വല്ലാർപാടത്തെ വേമ്പനാട് പാലം പേരെഴുതിയത്. വൈകിട്ട് 4:05 4.5 കിലോമീറ്ററുള്ള വേമ്പനാട് പാലത്തിന്റെ കാണാമറയത്തുനിന്ന് ഒരു പൊട്ടുപോലെ തീവണ്ടി. വല്ലാർപാടത്തുകാർ കൈകൾ വീശി ആർപ്പു വിളിച്ചു. ഏറെ കഴിഞ്ഞില്ല, ചരിത്രപാതയിലൂടെ എഞ്ചിൻ വല്ലാർപാടം പദ്ധതി പ്രദേശത്തേക്ക് കൂകിയെടുത്തു. എഞ്ചിനു മുകളിൽ റെയിൽവേയിലെയും പോർട്രസ്റ്റിലെയും ഉദ്യോഗസ്ഥർ. അവർ ആരവങ്ങൾ മുഴക്കി വിജയചിഹ്നം കാട്ടി. റെയിൽപാളത്തിലൂടെ ആവേശത്തോടെ നടന്നെടുത്ത മാധ്യമപ്രവർത്തകരെയും നാട്ടുകാരെയും നിയന്ത്രിക്കാൻ പോലീസ് പാടുപെട്ടു. ഒടുവിൽ ഏറെ തിരക്കുള്ള റോഡ് മുറിച്ചു കടന്ന് വല്ലാർപാടത്തേക്ക് പാളത്തിൽ തേങ്ങയുടച്ച് പോർട്രസ്റ്റ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ട്രെയിനിനെ സ്വീകരിച്ചു. 2007 ജൂണിലാണ് 350 കോടി രൂപ മുതൽ മുടക്കുള്ള റെയിൽവേ ലൈനിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇടപ്പള്ളിയിൽ തുടങ്ങി വല്ലാർപാടം വരെ 8.86 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ലൈൻ. വടുതലയിൽ തുടങ്ങി വല്ലാർപാടത്തെത്തുന്ന 4.62 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലമെന്ന ഖ്യാതി നേടി ചരിത്രത്തിൽ ഇടം പിടിച്ചു. മലയാളികൾക്കുള്ള ഓണസമ്മാനമായി വല്ലാർപാടം പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കാനാണ് തീരുമാനം. കൊച്ചിയുടെ ഭാവി ചരിത്രത്തിലേക്കുള്ള വികസന പാതയ്ക്കാണ് ഇതോടെ വഴി തുറന്നത്.